പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നോയമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. തമ്പുരാൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം തന്ന വലിയ സന്തോഷ വാർത്ത ഉണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കള്ളനെ പിടിക്കാൻ വരുന്നത് പോലെ നമ്മുടെ സഭാ നേതൃത്വത്തിൽ നിന്ന് പെറ്റീഷൻ കൊടുത്തിട്ട് അവിടെ തലശ്ശേരി പോയി പ്രസ് മീറ്റ് നടത്തിയതും അവിടെ പോസ്റ്റർ ഒട്ടിച്ചതുമായ കാര്യങ്ങൾക്ക് വേണ്ടി കേസ് കൊടുത്തു. പമ്പളാനി പിതാവും വൈക്കത്ത് പറമ്പിലച്ഛൻ അവരെ വളരെ മനോഹരമായിട്ട് ചെയ്തു. കാരണം തൻ്റെ കൂടെ പഠിച്ച തൻ്റെ സുഹൃത്തുക്കളാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്, പിന്നെ ചില മന്ത്രിമാരുണ്ട്, പരിചയക്കാരുണ്ട്. തന്നെയല്ല, അധികാര സ്ഥാനങ്ങളിൽ ഉയർന്നിരിക്കുമ്പോൾ എല്ലാവരും തമ്മിൽ പരസ്പരം ഒരു കണക്ഷൻ ഉണ്ടല്ലോ. പണ്ട് പുള്ളിയോട് എന്തോ പറഞ്ഞപ്പോൾ, പമ്പളാനി പിതാവിനോട് പറഞ്ഞപ്പോൾ, ഞാൻ കണ്ണൂരുകാരനാണെന്നൊരു ഡയലോഗ് കിട്ടും. അതന്നെ പ്രതീക്ഷിച്ചിരുന്നേ. കാരണം വരാൻ അത്തരത്തിലുള്ള സാധനങ്ങളെ വരത്തുള്ളെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇത്രയും വലുതായിട്ടങ്ങ് വെളിപ്പെടുത്തി ഒരു പണി നടത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. തന്നെയല്ല, നോയമ്പ് കാലമല്ലേ, നെറ്റിയ ചാരം പൂശിയ പുള്ളിയാണ്. പുള്ളി തിങ്കളാഴ്ച തന്നെ ചാരം പൂശിയ മനുഷ്യനാണ്. ഇന്ന് വരെ സെനഡ് കുർബാനയല്ലാതെ മറ്റൊരു കുർബാനയും ചെല്ലാത്ത മനുഷ്യനാണ്. സഭയ്ക്ക് മോഡലായി നിൽക്കുന്നതാണ്. തൻ്റെ രൂപതയ്ക്ക് ഏറ്റവും വലിയ അഭിമാനമായി നിൽക്കുന്ന തിന്മയുടെ അഹങ്കാരിയായി മാറിയ മനുഷ്യൻ. അങ്ങനെ പറയുന്നതിൽ സങ്കടമൊന്നുമില്ല. അത്രയും വലിയ തിന്മയില്ലെങ്കിൽ ഒരിക്കലും കിടന്നുറങ്ങുന്നവനെ നിസ്സാര കേസിന് ഭീകരവാദിയെ പിടിക്കുന്നത് പോലെ NIA അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന് രാത്രി തപ്പിപ്പെറുക്കിക്കൊണ്ട് പോയതുപോലെ ഈ കുറ്റവാളികളെ കൊല്ലാൻ ശരിക്കും അവിടെ കൊണ്ടുവന്നിട്ട് പിതാവിൻ്റെ മുന്നിലിട്ട് 2 ചവിട്ടൊക്കെ കൊടുപ്പിക്കാമെന്നായിരുന്നു പുള്ളിയുടെ മനസ്സിൽ വിചാരമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആണ് രാജാവ്. പക്ഷേ ഒരു പരിശുദ്ധാത്മാവുള്ള വിവരം പുള്ളി അറിഞ്ഞില്ല. ഈ കരയുന്ന ജനത്തിൻ്റെ കൂടെയുള്ളൊരു പരിശുദ്ധാത്മാവ്. പിതാവേ, അങ്ങയുടെ കൂടെയുള്ള പരിശുദ്ധാത്മാ സാന്നിധ്യം വിട്ടുപോയി കേട്ടോ. സത്യം, സാവുൾ അറിയാതെ പോയ പോലെ തൻ്റെ കൂടെയുള്ള ദൈവസാന്നിധ്യം പിൻവലിക്കപ്പെട്ടു എന്ന് സാവുൾ അറിയാത്തതുപോലെ പമ്പളാനി പിതാവിനോടൊപ്പമുള്ള ദൈവസാന്നിധ്യം പിൻവലിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു മാടമ്പി സ്റ്റൈലിൽ ജീവിക്കുന്ന മനുഷ്യൻ. ദൈവജനത്തിന് ദൈവാനുഗ്രഹമല്ല. പ്രത്യേകിച്ച് നോയമ്പ് കാലത്ത് ദൈവജനത്തിൻ്റെ മുൻപിൽ കൊടിയ തിന്മ വെളിപ്പെടുത്തുമ്പോൾ ഉള്ളിലിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന സാത്താൻ്റെ സ്വഭാവമായി ഇറങ്ങുന്നത്. ഏതായാലും പരിശുദ്ധാത്മാവ് ഇടപെട്ടു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുമെന്ന തിരുവചനം കൃത്യമായി വെളിപ്പെടുത്തി തന്നുകൊണ്ട് അവസാനം പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് പോലീസുകാർ തിരിച്ച് കാല് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിടില്ല. ദൈവവും നിയമവും ഈ പാവപ്പെട്ട ദൈവജനത്തിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവർ തന്നെ പിടിച്ചുകൊണ്ട് വന്നവർ അവസാനം വീട്ടിൽ കൊണ്ടാക്കേണ്ട ഗതികേട് വന്നു. ഇപ്പോൾ കാല് പിടിച്ച് നടക്കുക. ഇല്ല, വിടത്തില്ല. ഇത് കൃത്യമായിട്ടും അതിന് വേണ്ട പണി കൊടുക്കും. പറയുന്നത് ആരെ ഉപദ്രവിക്കണമെന്നും താല്പര്യമുണ്ടായിട്ടല്ല, ക്ഷമിക്കണമെന്നും പൊറുക്കണമെന്നുമൊക്കെ പറയുമ്പോഴും പൊറുക്കാൻ പാടില്ലാത്ത തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് തന്നെ സംഭവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിട്ടുപിരിയില്ല. കഴിഞ്ഞ സമ്മേളനത്തിന് ഞാൻ അരമനവാതിക്കൽ വെച്ച് പറഞ്ഞു, സത്യമായും 101% ഈ തിന്മ കെട്ടടങ്ങുമെന്ന് പറഞ്ഞതിൽ 101% ഇന്നും ഞങ്ങൾ 102% വളരുന്നു. ഈ തിന്മയെ കെട്ടടങ്ങും. ഇത് ദൈവം തമ്പുരാൻ ഇടപെടും. ഞങ്ങളാരും ഇടപെട്ട് അടിപിടി കോലാഹലങ്ങൾക്കൊന്നും പോകുന്നില്ല. കാലുവെട്ടുമെന്ന് പറഞ്ഞ് അധികാരം വാങ്ങിച്ചവൻ്റെയും അർപ്പാപ്പായുടെ അമ്മയുടെ എന്ന് പറഞ്ഞ് വളരെ വല്ലാത്ത മോശമായി തെറി പറഞ്ഞവൻ്റെയും കോലം കത്തിച്ച ആ അധികാരത്തിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന ചില ജീവിതങ്ങളുടെയും ഒക്കെ മണ്ടയ്ക്ക് തന്നെ അടി കിട്ടിയിരിക്കും. കാരണം ഇത് കൊടിയ തിന്മയാണ്. അന്ധകാരം വാഴാൻ ദൈവം അനുവദിക്കില്ല. പരിശുദ്ധനായ നല്ല ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. സഹനത്തോടെ ഞങ്ങളെ
അവിടെ കൂടിയിരുന്ന് കരയുന്ന ഓരോ മക്കൾക്കും ഉണ്ടാകുന്ന സഹനങ്ങളെല്ലാം കുരിശോട് ചേർത്ത് വെച്ചെൻ്റെ കർത്താവേ, ഈ കൊടിയ തിന്മയിൽ നിന്ന് സഭയെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമാണ്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനം യുദ്ധം ജയിക്കും. പരിശുദ്ധ കത്തോലിക്ക സഭ തകരില്ല, തകർക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ഒരു വലിയ വിജയാഘോഷത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം.